എന്താ വ്യൂ, നമ്മളെ വെൽക്കം ചെയ്യുന്നൊരു വ്യൂ പോലെ ഉണ്ടല്ലേ. ഹേ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ 2 ADV ആയിട്ട് വാൽപ്പാറ പോവാട്ടോ. അപ്പം ഇതിപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ വെറ്റിലപ്പാറ ബ്രിഡ്ജാണ്. നമ്മുടെ ആതിരപ്പള്ളിക്കൊക്കെയുള്ള ഒരു ഫസ്റ്റ് ബ്രേക്ക് പോയിൻ്റ് എന്ന് വേണേൽ പറയാം കേട്ടോ. നേരെ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ ചാലക്കുടിപ്പുഴ കേട്ടോ. മഴയൊക്കെ പെയ്ത് അത്യാവശ്യം നല്ല ചെളിയൊക്കെ ആയിട്ട് ചെളി കളറാട്ടോ. അത് നമ്മുടെ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ റൂട്ടാണ്. നമ്മൾ അതിലേട്ടോ വന്നേ. അതിലിങ്ങനെ കറങ്ങി ഇവിടെ എത്തി. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അതിരപ്പള്ളി പോയിട്ട് അവിടുന്ന് ടു വാൽപ്പാറ. അങ്ങനെ നമ്മൾ വെറ്റിലപ്പാറയിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഇങ്ങോട്ട് പോകുന്നു. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നമ്മൾ കയറുന്നില്ല കേട്ടോ. ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ കണ്ട്. അപ്പം ഇപ്പം നല്ല വെള്ളമുണ്ട്, മഴയൊക്കെയാണല്ലോ. അപ്പം ഭയങ്കര രസമാട്ടോ. ആതിരപ്പള്ളി വാട്ടർഫാൾ, നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു ബോർഡൊക്കെ കാണാം, വെൽക്കം ടു ദ ലാൻഡ് ഓഫ് വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു അന്യായ വ്യൂ കേട്ടോ ആതിരപ്പള്ളി. ഇതിപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പം അതിൻ്റേതായ തിരക്ക് കുറവാട്ടോ. അപ്പം കടകളൊന്നും ഓപ്പൺ ആയിട്ടുമില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യമല്ല, നല്ല രീതിയിൽ വണ്ടികളുണ്ട്. അതും ഇതൊരു വീക്ക് ഡേ ആയതുകൊണ്ട്. ഇനിയിപ്പോൾ വീക്കെൻഡ്, ഇപ്പം നാളെ ശനിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കുമേ. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാൽ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റോഡ്സ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. ഇതിവിടെ വേഴാമ്പലിൻ്റെ ഒക്കെ പടം വെച്ചിട്ടുണ്ട് കേട്ടോ. വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് ഇഷ്ടംപോലെ കാണാം കേട്ടോ. അത് ഈ റൂട്ടിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വാട്ടർഫാൾ എത്തി കേട്ടോ. ചാർപ്പ വാട്ടർഫാൾ. ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് പോകാം. നമുക്കിന്ന് ഒരു തിരക്കുമില്ല. സോ നമുക്ക് നിർത്തി വെള്ളച്ചാട്ടങ്ങളും കാഴ്ചകളൊക്കെ കണ്ടുപോകാം. അപ്പോൾ നമുക്ക് കുറച്ച് അടുത്ത് പോയിന്ന് കാണാം കേട്ടോ. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു പാലം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ റോഡിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു പക്കാ വ്യൂ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യൂ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരണം. വാവ്, എന്തല്ലേ ആ ഒരു വെള്ളത്തിൻ്റെ ഇറച്ചിലടിച്ചിട്ട്. അങ്ങനെ ചാർപ്പ വാട്ടർഫാൾസും കണ്ടിട്ട് നേരെ വാഴച്ചാൽ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കഴിയുമ്പോഴത്തേനും ഫോറസ്റ്റ് കുറച്ചുകൂടി ഒന്ന് ഡെൻസ് ആവാൻ തുടങ്ങും കേട്ടോ. ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഓൺ ദ വേ. വെൽക്കം ടു വാഴച്ചാൽ വാട്ടർഫാൾസ്. നമ്മൾ വാഴച്ചാൽ വാട്ടർഫാൾസിലേക്കല്ല ഗൈസ്, നമ്മൾ ചെക്ക് പോസ്റ്റിലേക്കാണ്. വാൽപ്പാറ എടുത്ത് അവിടെ നിന്നാണോ? ഓക്കെ, ഈ ബാഗിനകത്ത് വെച്ചേക്കല്ലേ. ഒരു മിനിറ്റ്, മറ്റേ സമയം ഒന്ന് നോക്കിയേക്ക്. ഔട്ട് പോയി 11:35. അപ്പോൾ ഈ ഒരു വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും പേരും ഒക്കെ കൊടുത്ത് നമുക്കവരൊരു റെസിപ്റ്റ് തരും. അപ്പോൾ ആ ഒരു റെസിപ്റ്റ് നമ്മൾ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ കാണിക്കണം കേട്ടോ. അതുപോലെ മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ടൈം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറുന്ന ടൈം ഇപ്പം 9:30 ആയിട്ടുണ്ട്. അപ്പം 9:30 എഴുതിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഔട്ട് ബൈ 11:30 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 മണിക്കൂറാണ് സമയം തന്നേക്കുന്നത്. ഏകദേശം 60-65 കിലോമീറ്റർ ആട്ടോ ഈ ഫോറസ്റ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഫോറസ്റ്റിൽ നിർത്തുകയോ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഔട്ട് ബൈ ടൈം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചെന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഫൈനും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റേതായ റീസൺസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് ഇപ്പം വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് പറ്റുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അടുത്തൊരു പാല കേട്ടോ. നൈസ്.
അപ്പോൾ ഫോറസ്റ്റ് റൂട്ടാണ്, നല്ല വളവുകളൊക്കെ ഉള്ള വഴിയാട്ടോ. അപ്പോൾ ഓരോ വളവിലും നമ്മൾ 2 ആനകളെ പ്രതീക്ഷിക്കണം. ഒന്ന് ഈ റൂട്ടിലോടുന്ന KSRTC ബസ്സുകളുണ്ട് കേട്ടോ, പിന്നെ നമ്മുടെ ഒറിജിനൽ ആന. ഇതിലേത് വേണേലും ഓരോ വളവിലും നമ്മുടെ മുമ്പിലുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വേണം നമ്മൾ റൈഡ് ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പീഡിലൊന്നും പോകേണ്ടിരിക്കുക. നമുക്ക് ആ ഒരു ആവറേജ് സ്പീഡൊക്കെ പിടിച്ച് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ആ ഒരു ഗ്രീനറി, ആ ഒരു മൂഡ് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ റൈഡ് ചെയ്തുകൊണ്ട് പോകാം ഒരു 60 കിലോമീറ്റർ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളിന്ന് വാൽപ്പാറ സ്റ്റേ ആട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ഒരുപാട് ഏർലി മോർണിംഗ് ഒന്നും ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായില്ല. നമ്മളൊരു 6 മണിക്കാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം നമ്മുടെ കൂത്താടിലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മഴ തുടങ്ങി. മൂവാറ്റുപുഴ വരെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ അങ്കമാലി വരെ ചെറിയ മഴ. അതിൻ്റെയൊക്കെ ആട്ടോ നമ്മുടെ വൈസറെ കാണാം. നല്ല ഈ വലിയ വണ്ടിയുടെയൊക്കെ ബാക്കിൽ പോന്നിട്ട് ഈ ചെളി അടിച്ച് തെറിച്ചതിൻ്റെ കേട്ടോ നല്ല ചെളി ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഈ ഒരു റോഡൊക്കെ കണ്ടാൽ നമുക്കറിയാം നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന അവസ്ഥയാട്ടോ. നമ്മളൊരു മഴയൊക്കെ പ്രതീക്ഷയാണ് പോരുന്നത്. മഴ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. അത് വേറെ മൂടല്ലേ. വാൽപ്പാറ ക്ലൈമറ്റ് എങ്ങനെയെന്ന് കറക്റ്റ് അറിയില്ല. എന്താണെങ്കിലും നമ്മുടെ ഒരു മൂന്നാർ ക്ലൈമറ്റൊക്കെ തന്നെയായിരിക്കും അവിടെ. വെസ്റ്റേൺ ഗാർഡ്സൊക്കെ ആണല്ലോ. അപ്പം പറഞ്ഞു വന്നേ രാവിലെ നല്ല മഴയൊക്കെ കിട്ടി. അതുകൊണ്ട് ഇതുണ്ടോ വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ? ഇന്നലെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ച വണ്ടിയാണ്. പക്ഷേ ഇന്നത്തെ ചെളിയിൽ കുളിച്ചിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ അതേ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേനും ആനച്ചോരടിക്കുന്നുണ്ടേ. കാരണം തൊട്ടിവിടെ വെള്ളമുണ്ട്. അപ്പം മേ ബി വെള്ളം കുടിക്കാൻ വന്ന വല്ല ആനയുടെ ആയിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഒരു മഴ സമയം ആയതുകൊണ്ട് നമ്മൾ അത്ര ആനിമൽ സൈറ്റിംഗ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. കാരണം ഈ മഴയില്ലാത്ത സമയത്ത് വെള്ളം തേടിയാണല്ലോ ഈ ആനകളൊക്കെ ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത്, കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ. അതേ അവിടെ മുതലയുടെ പടം കൊടുത്തിട്ടുണ്ടേ. അപ്പം മുതല ചീങ്കണ്ണിയാന്ന് തോന്നുന്നു. ഇവിടെ ചീങ്കണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിൽ. ആനയും ചീങ്കണ്ണിയും കാട്ടുപോത്തും കടുവയൊക്കെ ഉള്ള റൂട്ടാട്ടോ. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു മഴ സമയമായതുകൊണ്ട് ഈ ആനയ്ക്ക് വെള്ളം കുടിക്കാൻ ക്രോസ് ചെയ്ത് വരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്താണേലും അവിടെ നല്ല സ്മെല്ലടിച്ചു. അപ്പോൾ ആരോ വന്നിട്ട് പോയതായിരിക്കും. മേ ബി അവിടെ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ നിർത്തി നോക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട്. പെയ്യട്ടെ, നല്ല മഴയൊക്കെ പെയ്യട്ടെ കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ റെയിൻ കോട്ടൊക്കെ ഉണ്ട്. മാത്രമല്ല മഴയൊക്കെ നനയാനുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ റൈഡ് ഇറങ്ങിയേക്കുന്നത്. ഓ മൈ ഗോഡ്, കാട്ടുപോത്ത്, വെറും പോത്താട്ടോ. വാഴ എന്തോ ഒരു ട്രൈബൽ കോളനിയാണ് അങ്ങോട്ട് കാണിച്ചേക്കുന്നത്. അപ്പം അവിടുത്തെ ആൾക്കാരുടെ നാട്ടുപോത്താട്ടോ അത്, കാട്ടുപോത്തല്ല. അപ്പോൾ അതെ ഓൺ ദ വേ ഫ്രഷ് ആണപ്പിന്തൊക്കെ കിടപ്പുണ്ട് കേട്ടോ. മഴയും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റിൻ്റെ വൈസറൊക്കെ ഇട്ടായിരിക്കും ഓടിക്കുന്നത്. മച്ചാനിങ്ങനെ സൈഡിലൊക്കെ നിൽക്കുമായിരിക്കും. പെട്ടെന്ന് കാണത്തില്ല കേട്ടോ. കാണത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കില്ല, റൈഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും അടുത്തൊരു ചെറിയ പാലാട്ടോ. ചെറിയ മഴയായതുകൊണ്ട് കോട്ടൊന്നും ഇടുന്നില്ല കേട്ടോ. അത്യാവശ്യം വലിയൊരു മഴ പെയ്യുവാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ്. കാരണം നമുക്ക് തണുപ്പൊന്നും അത്രയൊരു തണുപ്പും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. മേ ബി വാൽപ്പാറ ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഒരു തണുപ്പൊക്കെ ഉണ്ടാകുമായിരിക്കും. കിട്ടേണ്ടതാണ്. നമ്മൾ ചെല്ലുമ്പോൾ തണുപ്പും കൂടെയൊക്കെ വരുമെന്നേ. എന്താ എഴുതിയേക്കുന്നത്? മലക്കപ്പാറ 32. അപ്പോൾ നമ്മൾ ഏകദേശം പകുതി കിലോമീറ്റർ കവർ ചെയ്തു കേട്ടോ. എത്രയാണ്? 40 മിനിറ്റ് മുമ്പ്. അപ്പോൾ ഇത് നല്ല ടാറിങ് വന്നു കേട്ടോ. ഇത്രയും നേരം കുറച്ച് ഗട്ടറുള്ള വഴിക്കൂടെയൊക്കെയാണ് നമ്മൾ റൈഡ് ചെയ്ത് വന്നേ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പം, അതായത് ഏകദേശം 2 വർഷം മുന്നേ തോന്നുന്നു കേട്ടോ, അന്ന് ഈ പകുതിയുടെ അപ്പുറത്തേക്ക് ഫുള്ള് പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. പൊളിഞ്ഞ് കിടക്കുന്നത് പറഞ്ഞാൽ പൊളിച്ചിട്ടേക്കുമായിരുന്നു ടാറിങ്ങിനൊക്കെ ആയിട്ടേ. അന്ന് നമ്മൾ ഹിമാലയനിലാട്ടോ വന്നേ. ഹിമാലയൻ, ഞാനും ഉണ്ണിക്കുട്ടനും. ഞങ്ങൾ അന്ന് വൺ ഡേ റൈഡായിരുന്നു. നേരെ വാൽപ്പാറ വന്ന് ജസ്റ്റ് അവിടെ
ഒരു ചെറിയ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് അന്ന് തന്നെ തിരിച്ച് പോയി വരികയെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു മൺസൂൺ സമയം ആയതുകൊണ്ടും നമ്മൾ സ്റ്റേ അടിക്കാനുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കോട കണ്ടോ, മഴ വന്നപ്പോഴത്തേനും അതിൻ്റെ കൂടെ ചെറിയ കോട ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും കാണാൻ വയ്യ കേട്ടോ. ഇങ്ങോട്ട് കൂടെ ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. വാവ്, എന്താ കാറ്റ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ എഴുന്നേറ്റ് നിന്നപ്പോഴാണ് കാറ്റ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ തണുക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് നേരമായിട്ട് നനയുന്നു, മാത്രമല്ല ആൾട്ടിറ്റ്യൂഡ് കയറുന്നതുകൊണ്ടും മൊത്തത്തിൽ തണുപ്പായി വരുന്നു കേട്ടോ. ഇവിടെ ഈ കാടിൻ്റെ ഇടയ്ക്കൊരു ചായക്കടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. മലക്കപ്പുറ 23 കിലോമീറ്റർ കേട്ടോ. അപ്പം ഒരു 20 കിലോമീറ്ററോടെ റൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു ചായക്കട കിട്ടും. നമുക്ക് അവിടെ നിന്നാണെങ്കിലും ചായ കുടിക്കാം. എൻ്റെ മോനെ, ഇതൊക്കെ കണ്ടിട്ടേ നിർത്താൻ തോന്നുവാണ്, നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ. ആ ഒരു വളവിലേ ഒരു ആന ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്തായിരുന്നറിയാമോ? കിക്ക് യുവർ ബ്രേക്സ് ബിഫോർ യു ബീൻ കിക്ക്ഡ്. ആനയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കൊള്ളാമല്ലേ. അങ്ങനെ നേരത്തെ പറഞ്ഞ ഒരു ഡാം റിസർവോയറിൻ്റെ വ്യൂ കാണുന്ന പോയിൻ്റ് എത്തി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചവിട്ടിയിട്ട് പോകാം. അങ്ങനെ ലോവർ ഷോളയാറിൻ്റെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് നിന്നപ്പോഴത്തേനും വെയിലും വന്നു കേട്ടോ. വെയിൽ വന്നു, പക്ഷേ തണുപ്പുണ്ട്. ഇനി അങ്ങോട്ട് തണുക്കും ഗൈസ്, കാരണം ഫുള്ള് നനഞ്ഞിരിക്കുകയാണല്ലോ. അങ്ങനെ മൊത്തത്തിൽ നനഞ്ഞ് ചില്ലായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട് മലക്കപ്പാറയ്ക്ക്. 3/4 മണിക്കൂർ സമയമുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബോർഡർ ചെക്ക് പോസ്റ്റ് കിടക്കണം. മലക്കപ്പാറ, നമ്മൾ മലക്കപ്പാറ റേഞ്ചിലേക്ക് കയറിയേക്കും കേട്ടോ. ഒരു ചെറിയ ഫോറസ്റ്റ് ഓഫീസായിരുന്നു. ഇനി നമ്മുടെ ചെക്ക് പോസ്റ്റ് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം 11:18. നമുക്ക് 11:30 നമ്മുടെ കട്ട് ഓഫ് സമയം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഒരു റീസൺ പറയണം, ഇല്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം. അപ്പോൾ ഇവിടെ എത്തി കേട്ടോ. നമ്മൾ എത്താറായി. ഇതൊക്കെ ഒരു ചായക്കട കേട്ടോ. ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ. മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനാണിത്. ഇവിടെ എല്ലാം കാണിക്കണ്ടേ? അല്ല, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. ഇതാണ് കടമറ്റം. അല്ലല്ല, കയ്യില. അപ്പോൾ വി ആർ എൻട്രിങ് ടു ദ 7th ഹെവൻ, വാൽപ്പാറ. നമ്മുടെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു ചെക്കിംഗ് പോയിൻ്റ് എന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഇ പാസ് കാണിക്കേണ്ടത്. അതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് ആതിരപ്പള്ളിയിൽ നിന്ന് കിട്ടിയ ആ ഒരു റെസിപ്റ്റ് ഇവിടെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ടൈം നോക്കി റൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ട പോലെയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പോകട്ടോ. ചെറിയ അമ്പലങ്ങളാണേ. കബനി, അയ്യോ പൂച്ച.
അവിടെ ഒരു നെയിം ബോർഡ് വായിക്കാൻ പോയതാണ്. അപ്പോൾ തന്നെ പൂച്ച സാർ വട്ടം ചാടിയാനെ. കാര്യം പറഞ്ഞാൽ റിഫ്ലക്സ് കിങ് ഒക്കെയാണ്, പക്ഷേ പുള്ളിയുടെ പ്രശ്നം അത് തന്നെയാണ്. അതായത് ഇപ്പം നമ്മുടെ മുമ്പിൽ ചാടാണ്ടിരിക്കാൻ വേണ്ടി ആ ഒരു പൂച്ച ബാക്കിലേക്ക് വലിഞ്ഞില്ലേ, ആ സമയത്ത് ബാക്കിൽ നിന്ന് വല്ല വണ്ടി വരുവാണെങ്കിൽ അതിൻ്റെ മേലെ കയറും. അങ്ങനെയാണ് നമ്മൾ ഈ റോഡുകളിലൊക്കെ പട്ടീനേക്കാളും കൂടുതൽ ഇങ്ങനെ പൂച്ച വണ്ടി ഇടിച്ച് കിടക്കുന്നത് കാണുന്നത് കേട്ടോ. മുഡീസ് വാൽപ്പാറ, ഹോട്ടൽ മലക്കപ്പാറ. ഇവിടാണ് കാണിക്കേണ്ടത്. യെസ്, ഇവിടെ കാണിക്കേണ്ടത്. വെൽക്കം ടു തമിഴ്നാടു. അങ്ങനെ ഒഫീഷ്യലായിട്ട് തമിഴ്നാടിൻ്റെ റോഡുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ തമിഴ്നാട് കയറി ആ ഒരു മഴയത്ത് ചായയൊക്കെ കുടിച്ച് നമ്മൾ വാൽപ്പാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഷോളയാർ, അപ്പർ ഷോളയാറെന്ന് തോന്നുന്നു, ഇത് പോലീസ് സ്റ്റേഷൻ. അപ്പർ ഷോളയാർ ഡാമാട്ടോ. ഡാമിൽ നിന്ന് വെള്ളം ഒഴുകുന്ന കാഴ്ചയൊന്നുമില്ല, അതുകൊണ്ട് നിർത്തണം. വേണ്ട, വെള്ളമില്ലാത്തതുകൊണ്ട്. വാൽപ്പാറ 23 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ ആ വാൽപ്പാറ ടൗണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പൊള്ളാച്ചി ഇറങ്ങുന്ന ആ വഴിക്കാണ് ആ ഒരു 40 ഫേമസ് 40 ഹെയർ പിൻസൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ഷോളയാർ ഡാം റിസർവോയറിൻ്റെ സൈഡിലൂടെയുള്ള വഴിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വാൽപ്പാറയ്ക്ക്. അപ്പം റിസർവോയറിൽ വെള്ളം കുറവാണേ. എന്തുകൊണ്ടായിരിക്കും, മഴയൊക്കെ പെയ്തിട്ടും വെള്ളം കുറവാണല്ലോ. കാരണം മഴ ആയതല്ലേ ഉള്ളൂ, മഴ വന്നതേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. നമ്മുടെ കുട്ടിക്കാന ഭാഗമണ്ണൊക്കെ റൂട്ട് പോകുമ്പോൾ കാണുന്ന പോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അത് ഈ മഴ പെയ്യുമ്പോൾ വരുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. ഒരു 2-3 മണിക്കൂർ മഴ ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ പോകും കേട്ടോ. നമ്മുടെ ആനിറങ്കൽ ഡാമിൻ്റെയൊക്കെ അവിടുത്തെ ഒരു വ്യൂ പോലെ ഉണ്ടല്ലേ. കണ്ടോ, ചെറിയ അമ്പലം കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ, കളർഫുൾ അമ്പലങ്ങൾ. ഈ ഒരു വെതറിലെ അങ്ങനെ നിൽക്കുവാണെങ്കിൽ നല്ല രസമാട്ടോ. കാരണം വലിയ മഴയും ഇല്ല, എന്നാൽ വെയിലും ഇല്ല, കോടയും തണുപ്പൊക്കെ ആയിട്ട് അടിപൊളി. അപ്പോൾ ഇതാണ് ബ്യൂട്ടി ഓഫ് വാൽപ്പാറ. നമ്മൾ കൂടുതൽ ബ്യൂട്ടിഫുൾ കാഴ്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നല്ലൊരു മഴക്കാറൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പെയ്യട്ടെ, മഴയൊക്കെ പെയ്യട്ടെ. പക്ഷെ മഴ പെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ ദൂരെ കാണുന്ന കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല. നമ്മുടെ തൊട്ടടുത്ത് കോട ഇറങ്ങും. ആ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വ്യൂ ആണ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ. കാരണം നമുക്ക് ആ ഒരു ദൂരക്കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ അത് കണ്ടോ, മരത്തിൽ പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്നു, നല്ല രസം കേട്ടോ. ആ ഒരു കാഴ്ചകളൊക്കെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ഒരു വെയിലൊക്കെ വേണം, കുറച്ചുകൂടെ വെട്ടമൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ നല്ല തിളങ്ങി നിൽക്കും പൂക്കളൊക്കെ. മൊത്തത്തിലൊരു മൂടി ക്ലൈമറ്റ് കേട്ടോ.
അടുത്തൊരു മഴ പെയ്യാനായിട്ട് നിൽക്കുവാണ്. അപ്പം മഴയ്ക്ക് മുന്നേ അടുത്ത ചായ സ്പോട്ട് പിടിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളെന്നാണേലും ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു വാൽപ്പാറ ടൗണിലേക്ക്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ആ റൂമൊക്കെ നോക്കി എവിടെയെങ്കിലും ഒരു സ്റ്റേ എടുക്കുന്നത്. യെസ്, ആകാശമൊക്കെ കണ്ടോ, കാർമേഘങ്ങൾ. പക്ഷെ നല്ലൊരു വ്യൂ അല്ലേ. മഞ്ഞ ഗ്യാസ് ഊറ്റി. ഇവിടേക്ക് എത്തിയപ്പോഴത്തേനും കുറച്ചുകൂടി ഒരു പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ അവർ മേളിൽ തേയില പറിക്കും കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പം മേഘമലയിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ കണ്ട അതുപോലത്തെ കാഴ്ചകൾ. തേയില പറിച്ച് താഴത്തേക്ക് ഇവിടെ കൂട്ടും, എന്നിട്ട് വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഇദ്ദേഹത്തെ ദൂരത്തേക്ക് നോക്കിയാൽ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. കട്ടക്കോട, ക്ലൗഡ് ബെഡ് കോട. ഇപ്പോഴത്തെ ഈ ഒരു ലൈറ്റിങ് കണ്ട വൈകുന്നേരം ഒരു 5:30-6 മണി ടൈമാണെന്നൊക്കെ തോന്നും. പക്ഷേ കറക്റ്റ് 1 മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്താ വ്യൂ, നമ്മളെ വെൽക്കം ചെയ്യുന്നൊരു വ്യൂ പോലെ ഉണ്ടല്ലേ. അപ്പം ഇതാണ് വാൽപ്പാറ ടൗൺ. കുറേ കൂടെ കടകളൊക്കെ ഉണ്ട്. കടകളും ആൾക്കാർ, വണ്ടികൾ എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ കൺജസ്റ്റഡ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ വഴി സൈഡിലൊക്കെ ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും. അങ്ങനെ വാൽപ്പാറയിൽ വന്ന് ഒരു റൂമൊക്കെ എടുത്തതിന് ശേഷം നമ്മളതേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഈ ഒരു വാൽപ്പാറ എന്ന് പറയുന്നത് ഒരു പ്ലാന്റേഷൻ ടൗൺഷിപ്പാണ്. അപ്പം ഇവിടുത്തെ മെയിൻ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു തേയിലകൾ തന്നെയാണ് കേട്ടോ. അപ്പം 19th സെഞ്ച്വറിയുടെ അവസാനത്തൊക്കെയാണ് ബ്രിട്ടീഷുകാർ ഇതൊരു പ്ലാന്റേഷൻ ഹബ്ബായിട്ട് വികസിപ്പിച്ചെടുത്തത്. അപ്പം ഇപ്പോഴൊക്കെ ആണെങ്കിലും ഒരു വലിയ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഈ ഒരു പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു വാൽപ്പാറ. അതുപോലെ തന്നെ റൈഡേഴ്സ് പാരഡൈസ് എന്നാട്ടോ ഈ ഒരു വാൽപ്പാറ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം തന്നെ ഒരു 4 മണി 5 മണി സമയത്തിനുള്ളിൽ ക്ലോസ് ആവും. അതുകൊണ്ട് ഞങ്ങളതേ വാൽപ്പാറ ഓൾമോസ്റ്റ് മൊത്തത്തിലൊന്ന് റൈഡ് ചെയ്ത് കണ്ടു. അപ്പം നാളെ ഇനി ആ ഒരു ഫേമസ് 40 ഹെയർ പിൻസ് ബെൻഡുകളൊക്കെ ഇറങ്ങി നേരെ പൊള്ളാച്ചി ടച്ച് ചെയ്ത് കൊല്ലംകോടിനാട്ടോ പോകുന്നത്. അപ്പം സ്റ്റേ ട്യൂൺഡ്.